ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ്. ഒരു 4-5 സ്ലൈഡുകളോട് കൂടിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കിഷാൻ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ആ ഒരു കമന്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ആ ഒരു ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ തന്നെ കയറി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു പോസ്റ്റ് 2021 സെപ്റ്റംബർ മാസത്തിൽ ഇട്ടൊരു പോസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് അന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തെങ്കിലും എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അത് വിട്ടുപോയതാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടും നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിൽ ഇപ്പോഴും ആ പോസ്റ്റിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി പറയാനുള്ള റീസൺ. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടാണ് 160ഓളം അല്ലെങ്കിൽ 170ഓളം കമന്റുകൾ ഉള്ളത്. വളരെ ചുരുക്കം ചില 5-6 കമന്റുകൾ മാത്രമാണ് ഐ തിങ്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഉള്ള ആളുകൾ അതിന് റിപ്ലൈ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഒരു വാല്യൂബിൾ ആയിട്ടുള്ള റെസ്പോൺസ് അല്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളും നിങ്ങൾക്കൊരു തിരിച്ചറിവിലേക്കുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു കുറച്ച് സൈഡ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗവും ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. അഥവാ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് എന്നുള്ളതാണ് എന്റെ പേഴ്സണലി പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ അത് നോക്കിയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. പ്രിയപ്പെട്ട മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സുഹൃത്തുക്കൾക്ക് ഒരു തുറന്ന കത്ത്. ഓക്കെ, അദ്ദേഹത്തിന്റെ എല്ലാ പേജുകളിലും ഇതേ രീതിയിലാണ് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ ബിസിനസ് മോഡലോ അതിന്റെ സുതാര്യതയോ അതുവഴി നിങ്ങളുടെ മുതലാളി കഴിഞ്ഞ ദിവസം വാങ്ങിയ BMW കാറിന്റെ ടയറിന്റെ വിലയോ എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതുന്നില്ല. അതിന്റെ ബ്രാക്കറ്റിൽ ഒരിക്കലും ഇത്തരം ഒരു ബിസിനസിന്റെ ഭാഗമാവില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ എന്ന് ബ്രാക്കറ്റിൽ സ്പെസിഫൈഡ് ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ BMW കാറിന്റെ വിലയോ എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതുന്നില്ല എന്ന് നോട്ടീസബിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോഴും പല ആളുകളും തന്റെ ലീഡേഴ്സ് വാങ്ങിച്ച ലക്ഷറി കാറിന്റെയും ലക്ഷറി ബെൻസ് അല്ലെങ്കിൽ BMW ഇനി എന്ത് ബൈക്ക് ആയിക്കോട്ടെ, ഇനി എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതിന്റെ മേന്മ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും പ്ലാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം. തന്റെ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊന്നും പറയണ്ട എന്നുള്ളതല്ല പറയുന്നത്. ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും പറയുന്നത് അത് മാത്രമാണ്, ആ കഥകൾ മാത്രമാണ്, ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ്സ് മാത്രമാണ്. അതിനെയാണ് ഇതില് വിമർശിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കാരണം ഇതിങ്ങനെ എടുത്ത് പറയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും ആ വൈബിൽ പോകുന്ന ആളുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. അത് ബിഗിനർ മാത്രമല്ല, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണെങ്കിലും മോട്ടിവേഷൻ എലമെന്റ്, ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു കമന്റ് മെയിൻ ആയിട്ട് സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് അദ്ദേഹം എഴുതിയിടാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഈ പൊതുസമൂഹത്തിലേക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പുറന്തള്ളുന്ന ടോക്സിക് ആയ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അത് ആരാണെങ്കിലും ഏത് ഇൻഡസ്ട്രിനെ കുറിച്ചിട്ടാണെങ്കിലും പറയണം. ഐ സപ്പോർട്ട് ഹിം ഈ ഒരു ഭാഗത്ത് കേട്ടോ. നോ മീൻസ് നോ. ഒരാൾ വേണ്ട അഥവാ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അവർക്കത് വേണ്ട, ഇഷ്ടമില്ല, താല്പര്യമില്ല എന്നു തന്നെയാണ്. അദ്ദേഹം അത് സ്പെസിഫൈഡ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? നോ മീൻസ് നോ. നമ്മൾ ഏതൊരു സെയിൽസിലും ഒരു 1-2 തവണ നോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അപ്രോച്ച് ചെയ്യണമെന്ന് പറയാറുണ്ട്. 5 തവണയെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പോലും 5 തവണയെങ്കിലും അവർ പല റീസൺ കൊണ്ട് നോ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു 6ാമത്തെ തവണയെങ്കിലും ഫോളോപ്പിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ അതിനുശേഷം ആ വ്യക്തി നോ എന്ന് പറയുന്ന കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പല രീതിയിലുള്ള ടാക്ടിക്സ് പ്രയോഗിക്കാനോ പോകരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലാതെ 1-2 തവണ നോ കേട്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കാര്യങ്ങൾ ചെയ്യരുത്, പറയരുത്, സംസാരിക്കരുത് എന്നല്ല. നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വാട്സപ്പുകൾ, സ്റ്റാറ്റസുകൾ, മെസ്സേജ്, കോള്, റെഗുലർ ആയിട്ടുള്ള കോൾ അല്ലെങ്കിൽ പോലും വളരെ റാൻഡംലി നമ്മൾ ഒരു 1 to 2 വീക്കിന്റെ ഇടയിൽ കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ ശല്യപ്പെടുത്താതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദ്രോഹിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസോ കോളോ ഒഴിവാക്കുക എന്നതായിരിക്കും അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ പ്രണയത്തോടാണെങ്കിലും ബിസിനസിനോടാണെങ്കിലും ശരിയാണ്.
ഇത്തരമൊരു ബിസിനസ്സിൽ ചേരാൻ ഒട്ടും താല്പര്യമില്ല. അത് പ്രണയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ സെറ്റാക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സോറി, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ അല്ലല്ലോ പോവാ, നമ്മൾ പലതവണ പോവും, പിറകെ നടക്കാറുണ്ട് അല്ലെ, കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാൽ പോലും അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ ശല്യപ്പെടുത്തുന്നതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക്, വേറെ ലെവലിലേക്ക് മാറരുത്. അത് വേറെ രീതിയിലെ കേസാവും. അതിപ്പം എന്താ പറയാ, നമ്മുടെ അഫെയറിന്റെ ബേക്കിൽ പോയാലും വേറെ കേസാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയാലും ഇത്തരത്തിലുള്ള കമന്റുകളും ഡയലോഗുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ ഒരു പരിധി, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം ഒരു ബിസിനസ്സിൽ ചേരാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ നിരന്തരം ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ച് അവസാനം പട്ടിയെ പോലെ പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ശരിയാണ്, ഒരാൾ നോ പറഞ്ഞു, ഒരാൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ അയാളെ വിടുക. അല്ലാതെ നോർമൽ ആയിട്ട് എന്തെങ്കിലും പ്രൈസോ പ്രൊഡക്റ്റോ വേറെ എന്തെങ്കിലുമൊക്കെ ലീഗാലിറ്റിയോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹത്തിന് ജനറലി നോർമൽ ആയിട്ടുള്ള രീതിയിൽ പല ഗ്യാപ്പുകൾക്കനുസരിച്ച് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. പിന്നെ വാദോരാതെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശരിയാണ്. പലപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സംസാരിക്കും, അതായത് മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പൊ ആ വ്യക്തിക്ക് എവിടെയെങ്കിലും അർജൻറ്റ്ലി പോകേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവാം, വേറെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലുമൊക്കെ ഷെഡ്യൂൾസ് ഉണ്ടാവാം. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സഹികെട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. ആ ഒരു കാര്യം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും നിങ്ങൾ പടച്ചുവിടുന്ന മോട്ടിവേഷൻ കഥകളിലും നിങ്ങളുടെ സംസാരത്തിലും ഇത്തരം ബിസിനസ് ഒഴിച്ച് മറ്റേത് ജോലി ചെയ്യുന്നവരോടും അധ്വാനിച്ച് സമ്പാദിക്കുന്നവരും പരമപുച്ഛത്തോട് മാത്രമാണ് പരാമർശിക്കുന്നത് കാണാറുള്ളത്. ശരിയാണ് അല്ലെ? പലപ്പോഴും നെറ്റ്വർക്ക് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളല്ലേ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത് ബാക്കിയുള്ള ജോലികൾക്ക് വാല്യൂ ഇല്ല, ബാക്കിയുള്ള ജോലികൾ താണ ജോലികളാണ്, ബാക്കിയുള്ള ജോലികൾക്കൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും ആ വ്യക്തിയുടെ പ്രൊഫഷനും ജോലിക്കും കൊടുക്കേണ്ട റെസ്പെക്ട്, അതിന് ഈവൻ കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. അതാണ് ഒരു എത്തിക്സോട് കൂടിയിട്ട് പ്ലാൻ പറയേണ്ട ഒരു രീതി. അല്ലാതെ എല്ലാവരും അടിച്ചമർത്തി വേറെ ഒന്നും ചെയ്താൽ രക്ഷപ്പെടില്ല, ഇത് മാത്രമേ കച്ചിത്തുരുമ്പുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളും കൂടെ അതൊന്ന് തിരിച്ചറിയുക. ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് നിങ്ങളുടെ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയവരുണ്ടാകാം എന്ന് കരുതി അവരെ കണ്ട് പഠിക്കാനും അവരുടെ പാത പിന്തുടരാനും മറ്റ് ജോലിയൊന്നും ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്. ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് വന്ന് ഡയറക്റ്റ് സെല്ലിംഗിൽ ബിസിനസ്സിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട്, മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാതെ മറ്റൊന്നും ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെയിൽ എടുക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും ലോകത്താകമാനമുള്ള യുവതിയുവാക്കൾ അതിൽ ചേരണമെന്നും മറ്റും ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നതായുള്ള ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് ഷെയർ ചെയ്യുന്നത് കണ്ടു. നമ്മൾ ഒരുപാട് തവണ ആദ്യത്തെ സമയങ്ങളിൽ അറിവില്ലാത്തത് കൊണ്ട് ഈ പോസ്റ്റർ ഈവൻ ഞാൻ പോലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസണിലേക്ക് വരാം കേട്ടോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പടച്ചു വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനൊരു ലിങ്ക് അയച്ചെന്ന് ലോക പ്രശസ്തരായ പലരുടെയും പേരും ഫോട്ടോയും വെച്ച് അവൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതായി കാണിക്കുന്ന ഒരു വെബ്സൈറ്റ്. അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലാണ് അബ്ദുൽ കലാം ISROയിലെ നക്കാപ്പിച്ച ജോലി രാജിവെച്ച് തങ്ങളുടെ ബിസിനസ്സിൽ ചേർന്നിരുന്നു എന്നൊന്നും എഴുതി ചേർക്കാത്തത് ഭാഗ്യം. ശരിയാണ്. ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് നിങ്ങൾ മാറ്റി വെക്കുക. എന്റെ നിരീക്ഷണത്തിലും ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനലൈസ് ചെയ്ത പല കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുവാണ്, അത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അബ്ദുൽ കലാം സർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് റിന്യൂവബിൾ എനർജിനെ കുറിച്ചിട്ടാണ്. ആ വീഡിയോ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് പലരും എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ബിൽ ഗേറ്റ്സ് പറയുന്ന വേർഡ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. അതിൽ എവിടെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, റിന്യൂവബിൾ എനർജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഏകദേശം ഒരു 1.5 വർഷം ബാക്കിൽ ഞാൻ കൃത്യമായിട്ട് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം. എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്കറിയില്ല. ഞാനും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്.
പിന്നെ അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം പറഞ്ഞ ആ ഒരു പോസ്റ്ററാണ്, ഒരിക്കലും അതിന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ ഉണ്ട്. അതിലൊന്നും തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കേൾക്കുക, ഇംഗ്ലീഷിലല്ല ആ വീഡിയോ ഉള്ളത്, ഒന്ന് ഇരുത്തി കേൾക്കുക, ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കുക. അതിലെവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആ വീഡിയോയുടെ താഴെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ക്യാപ്ഷൻ ഉണ്ട്, കമന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, തമ്പനയിലുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് ഒരാൾക്ക്, ഒരു ക്രിയേറ്റർക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരാൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ അതില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന പക്ഷം നമ്മൾ എന്തിനാണ് വെറുതെ പറയാത്ത പല കാര്യങ്ങളും പലരും പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് തന്നെയാണ് അദ്ദേഹത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു വെബ്സൈറ്റ് തുടങ്ങി, ഹിറ്റ്ലർ സമാധാന പ്രിയരാണെന്നും മോഡി മികച്ച ഭരണാധികാരിയാണെന്നൊക്കെ ആർക്കും എഴുതി വിടാവുന്ന കാലത്ത് രാജ്യം അത്രമേൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് നിങ്ങളുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന രീതി തിരുത്തപ്പെടേണ്ടതാണ്. 100% തിരുത്തപ്പെടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. 2000 രൂപയുടെ നിങ്ങളുടെ ചവനപ്രാശത്തിലെ ഗുണങ്ങളെ കുറിച്ചിട്ടും മുതലാളിയുടെ കഴിഞ്ഞ മാസത്തെ ഏഴക്ക വരുമാനത്തെ കുറിച്ചിട്ടും ബിസിനസ് സമ്മാനിച്ചേക്കാവുന്ന മാസ്മരിക ലോകത്തെ കുറിച്ചുമുള്ള തള്ളലുകളും തള്ളാതിരിക്കലും ഒക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ശരിയാണ്, ഇത് നമ്മൾ എല്ലാം പറയണ്ട എന്നല്ല, അദ്ദേഹത്തിനോട് പറയേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് ഇത് പല ബിസിനസിന്റെ മോഡലുകളിലും പലതിലും നമ്മൾ പല അച്ചീവ്മെന്റ്സും കാര്യങ്ങളും പറയുന്നത് നോർമലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓവർ ആക്കരുത്, തള്ളലുകൾ മാത്രമാവരുത്, അല്ലെങ്കിൽ ആ അച്ചീവ്മെന്റ്സിന്റെ കാര്യങ്ങൾ മാത്രമാവരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടരുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ബിസിനസ്സിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ കയറി ചെന്നോ വസ്തുതകൾ ഒളിച്ചൊടിച്ചോ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയോ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ പുച്ഛിച്ചു കൊണ്ടോ ആവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിയാലിറ്റിയാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഡയറക്ട് സെല്ലേഴ്സിൽ കാണുന്ന പല രീതിയിലുള്ള തെറ്റുകളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം എന്താ പറയാ, നോ മീൻസ് നോ പറഞ്ഞാൽ പിന്നെ പോകരുത്, അതില്ല. നമ്മൾ പലപ്പോഴും പല ആളുകളോടായിട്ട് നോ പറയാറുണ്ട്. അത് പല റീസണുകൾ ഉണ്ടാവാം. സെയിൽസിന്റെ ലോജിക്കൽ പോയിന്റ് അത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 6 തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു 5 തവണയെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ പോലും, ഇപ്പൊ ലിബിനൊരു ഫോൺ വേണം, ഈ ബ്രാൻഡിന്റെ ഫോൺ തന്നെ വേണം, അല്ലെങ്കിൽ അതിന് ഈ പ്രൈസിന്റെ ഫോൺ തന്നെ വേണം, അങ്ങനെ പല രീതിയിലുള്ള ഡൗട്ടുകൾ ലിബിന് ഉണ്ടാവും. അപ്പൊ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോഴാണ് ലിബിന് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത്. അത് സെയിൽസിന്റെ ബേസിക് പോയിന്റ് ആണ്. അപ്പൊ ഒരു 5 തവണയെങ്കിലും ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു 6 തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ലെവൽ ഓഫ് സെയിൽസിന്റെ ഭാഗമാണത്. അത് മനസ്സിലാക്കാതെയാണ് ഈ വ്യക്തി അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് മാറ്റിവെക്കാം. അത് ഇദ്ദേഹത്തിനോടുള്ള എൻ്റെ എതിരഭിപ്രായമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ കാണാം.